ഓക്കെ. ഇന്നത്തെ ലിറ്റററി ലെൻസിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പുസ്തകം ആടുജീവിതം എന്ന ബുക്കിന്റെ റിവ്യൂ പറയാൻ പറയുന്നത് ജഹാന ഷെറിൻ. അപ്പോ ജഹാനനെ ആടുജീവിതത്തിന്റെ റിവ്യൂ നമുക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു നാസിബ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനിന്ന് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന ബുക്കിന്റെ നോവലിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ബെന്യാമിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു എഴുത്തുകാരനാവും. ഇപ്പോ അടുത്ത് വന്നിട്ടുള്ള ഒരു ഫിലിമാണ് അല്ലേ ആടുജീവിതം. അപ്പൊ അതിലൂടെയാണ് അധികം ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് ചെറുകഥകളും അതുപോലെ നോവലുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനാണ് കൂടുതലും അദ്ദേഹത്തിന് പ്രയോറിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പം ബെന്യാമിൻ എന്നുള്ളത് അദ്ദേഹത്തിന് വിളിപ്പേരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ എന്നാണ്. അദ്ദേഹം 2008 ജൂലൈ 15 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം ആടുജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, പ്രവാസമാണ് ഇതിൽ പറയണത്. ഒരു പ്രവാസി ഗൾഫ് രാജ്യങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഈ ഒരു നോവലിലൂടെ പറയുന്നത്. നമുക്ക് എന്താ പറയാ, വിചാരിക്കുന്നതിൽ അപ്പുറമാണ് അദ്ദേഹം സഹിച്ചിട്ടുള്ളത്. ഇതിലുള്ള ക്യാരക്ടർ, ഈ ആടുജീവിതത്തിലുള്ള ക്യാരക്ടർ, അതായത് നജീബ് എന്നാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഒരുപാട് ഇതുപോലുള്ള മനുഷ്യന്മാരുടെ നമ്മളെ ചുറ്റിലുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയാ, അതിനെ പറ്റിയിട്ട് അറിയാനോ കേൾക്കാനോ പറ്റിയിട്ടില്ല. ഇപ്പോഴല്ല, ഒരു 2-3 വർഷം മുമ്പായിട്ടൊക്കെ ഇതേപോലെ മരുഭൂമിയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരെ, രക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നജീബിന്റെ കഥ പറയുകയാണെങ്കിലും. അപ്പൊ ഞാൻ റിവ്യൂയിലേക്ക് കടക്കാണ്. നോവല് തുടങ്ങുന്നത് എന്ന് വെച്ചാല്, നജീബ് ഒരു നാട്ടുമ്പുറത്തുകാരനാണ്, സാധാരണക്കാരനായ ഒരു നാട്ടുമ്പുറത്തുകാരൻ. അദ്ദേഹത്തിന് ഒരു ഭാര്യയും അതുപോലെ തന്നെ ഉമ്മയുമാണ് കൂടെ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറയുമ്പോൾ പുഴയിൽ നിന്ന് മണ്ണ് കോരുന്നതാണ്. അപ്പൊ നമുക്ക് ഏകദേശം ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ത് വരുമാനമായിരിക്കും ആ കുടുംബത്തിന് ഉണ്ടാവാന്നുള്ളത്. അപ്പൊ അങ്ങനെ വളരെ അധികം മോശപ്പെട്ട ഒരു അവസ്ഥയിലായപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഗൾഫ് രാജ്യത്തിൽ പോയാൽ ആർക്കായാലും ഉണ്ടാവുന്ന സ്വപ്നമാണ്. ഇപ്പോഴത്തെ എല്ലാരും പറയലെന്താ, ഇവിടെ മെച്ചപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ എല്ലാരും പറയും ഗൾഫിൽ പോയാൽ ഒന്നും കൂടി മെച്ചപ്പെടും, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട് വിട്ട് പോകുമ്പോഴുള്ള അവസ്ഥകൾ ആരും തന്നെ ആലോചിക്കുന്നില്ല. അവിടെ പോയാൽ ഒറ്റപ്പെടലുകൾ ആരും ആലോചിക്കുന്നില്ല. അപ്പൊ ഇതിലും അതുപോലെ തന്നെ തന്റെ ജീവിതം മെച്ചപ്പെടണം, കുടുംബം മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കുറച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ചിട്ടും അതുപോലെ തന്റെ ഭാര്യയുടെ സ്വർണ്ണൊക്കെ വിറ്റിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കി ഒരു 30,000 രൂപയോളം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് തന്റെ സുഹൃത്ത് വഴി എന്താ ചെയ്യണത്, പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കാണ്. അതേപോലെ തന്നെ ഇതിലുള്ള വേറൊരു ക്യാരക്ടറാണ് ഹക്കീം എന്ന് പറയുന്നത്. ഹക്കീമും ഇതുപോലെ തന്റെ സുഹൃത്തിന്റെ കീഴിലുള്ള ഒരു ഇതിൽ കൂടെ അദ്ദേഹം പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, വിസ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാണെന്നുള്ള രീതിയിൽ അവര് രണ്ടുപേരും കൂടി നല്ല സ്വപ്നങ്ങളൊക്കെ നെയ്തുകൊണ്ട് എവിടേക്ക് പോവാണ്, ഗൾഫിലേക്ക് യാത്രയാവാണ്. അങ്ങനെ അവര് എയർപോർട്ടിൽ എത്തുകയാണ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടുള്ള സൗദി അവര് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാല് അവരുടെ കൂടെ പോവാണ് ചെയ്യണം. അവര് വിളിച്ചു കൊണ്ടുപോവാണ്. ആ പാസ്പോർട്ട് കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വിളിച്ചു കൊണ്ടുപോകണം. ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവും. ഇനിയെങ്കിലും രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇനിയെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ള പ്രതീക്ഷയാണ് ആ സമയത്ത് അവർക്ക് ഉണ്ടായത്. പക്ഷെ അവര് വണ്ടി കയറി യാത്ര തുടങ്ങിയപ്പോ തൊട്ടേ അതിങ്ങനെ ആ വഴിയിലൂടെയൊക്കെ അവർക്ക് പോകുമ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ ഒരുപാട് സംശയങ്ങൾ തോന്നാണ്. എന്താണ് വിജനമായ വഴിയിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത്, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെ സംശയങ്ങളാണ്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ ഏകാന്തമായ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അവര് പെട്ടിട്ട് ഒരവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ അവിടെ ഇറങ്ങി അവരെ കൊണ്ടുപോകുന്നത്
ആട് മേയ്ക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ആടും ഒട്ടകവും അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് തവണ ഹക്കീമിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്, നജീബിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നജീബ് ഇങ്ങനെ കാണുന്ന സമയത്ത് നജീബ് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. അവന്റെ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്. ഭാഷാ പ്രശ്നം ഒരു ഇതാണല്ലോ, ഇതിലൊരു ഘടകമാണല്ലോ. അതായത് അവരുമായിട്ട് സംവദിക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല. അവരാണെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അവരവരുടെ ജോലിക്കാരനാണെന്ന് വിചാരിച്ചിട്ടാണ് ആ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഒരിക്കലും അതായിരുന്നില്ല. തെറ്റിദ്ധാരണ മൂലമാണ് നജീബിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹക്കീമും അവിടെ പെടാണ് ചെയ്യുന്നത്. അങ്ങനെ നജീബ് അവിടെ നിൽക്കുന്ന സമയത്ത് നജീബ് കാണാണ് വേറൊരു മനുഷ്യനെ. അതില് ഭീകരജീവി എന്നാണ് ആ മനുഷ്യനെ ഇതാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അവിടെയുള്ള ജീവിതം കാരണം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരുപാട് വർഷത്തെ ജീവിതം കാരണമായിരിക്കാം അദ്ദേഹത്തിന്റെ കോലൊക്കെ അങ്ങനെ ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു രൂപം വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് ആയിരുന്നത്. ഒരുപാട് വർഷം കുളിക്കാതെയും അതുപോലെ വൃത്തിയില്ലാതൊക്കെ ജീവിച്ച ഒരു മനുഷ്യൻ. അപ്പൊ ആ രൂപം കണ്ടിട്ട് നജീബിന് ആകെ പേടിയാവാണ്. അപ്പൊ നജീബിന് ഏകദേശം മനസ്സിലായി താന് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ആളുടെ കീഴില് നമ്മൾ അടിമയായിട്ട് പോവാന്ന് പറഞ്ഞ ആ അവസ്ഥ എന്ന് പറഞ്ഞാല് വേറെ ഒന്നും പോലെയല്ല. കാരണം നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാം. അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു നജീബ്. കാരണം നമുക്ക് ആ നോവൽ വായിക്കുമ്പോൾ ഓരോ ഏരിയ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ ഓരോരുത്തരുടെ വേദന എന്താണെന്നുള്ളതും എങ്ങനെയാണ് അവരവിടെ ജീവിച്ചിട്ടുണ്ടാവുന്നുള്ളതും. അങ്ങനെ നജീബ് അവിടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ എന്ന് ചോദിക്കുമ്പോൾ ആ കറക്റ്റ് ടൈമിന് ഭക്ഷണം കിട്ടാത്തതും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒന്നും ലഭിക്കുന്നില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനെ ജീവിക്കുമ്പോഴും തന്നെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത്. അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള മസറ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ ഓരോരോ ഇതാണല്ലോ, ഓരോരോ ടെന്റ് പോലെ അങ്ങനെയാണ്. അപ്പോ അവിടെ നിന്നാണ് ഹക്കീം വരും നജീബിനെ കാണാൻ. ഹക്കീമിന്റെ രൂപവും കണ്ടിട്ട് നജീബിന് ആകെ ഇതാവാണ്. നജീബും ഒന്നായിട്ട് വളരെ അധികം മോശപ്പെട്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, കുളിക്കാനോ കുടിക്കാനോ ഒന്നും വെള്ളമില്ലാതെ ഇങ്ങനെ ഒരുപാട് വേദനപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതേപോലെ ഹക്കീമിനെ കാണുന്നത്. ഹക്കീം എപ്പോഴും ഇങ്ങനെ ഇവരുടെ സംവാദം കാണുമ്പോൾ അറബിക്ക് വളരെ അധികം ദേഷ്യം വരും. അറബി ഉപദ്രവിക്കും. ഇവരെ ഈ ഒരു കണ്ടുമുട്ടൽ കാരണം തന്നെ അറബി അവരെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. കാരണം ഇവര് വല്ല ഇങ്ങനെ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ദിവസം ഈ ഭീകരജീവി എന്ന് പറയുന്ന ആളെ കാണാതാവാണ്. ഇങ്ങനെ 2-3 ശരി ഇയാളെ കാണാതാവാണ്. പക്ഷെ അപ്പോ നജീബിന് തോന്നി അയാള് രക്ഷപ്പെട്ടല്ലോ, അതുപോലെ ഞാനും ചിലപ്പോ രക്ഷപ്പെട്ടാലോ എന്നുള്ള ഒരാഗ്രഹമൊക്കെ മനസ്സിൽ തോന്നി. പക്ഷെ ഒരു ദിവസം 2 ദിവസത്തിന് ശേഷം നജീബ് കാണണ കാഴ്ച എന്ന് വെച്ചാല് ഇങ്ങനെ ഇതായിട്ടുള്ള അഴുകിയ പോലുള്ള ശരീരം ദൂരത്ത് നിന്ന് കാണാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി ഇവിടുന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം രാത്രി ആയാല് തണുപ്പും രാവിലെ ആയാല് കഠിനമായ ചൂടുള്ള മരുഭൂമിയാണ്. ഒരു സ്ഥലത്തുനിന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തായാലും പോയാലും ഒരു കര കിട്ടില്ല എന്നുള്ളത് നജീബിന് മനസ്സിലാവാണ്. അങ്ങനെ അവിടെയുള്ള ജീവികളൊക്കെയാണ് നജീബിന് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലൊക്കെ നജീബ് കണ്ടു. കാരണം തന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അതിനോടാണ് പറയുന്നത്. ആദ്യം ആ ജീവികളുമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ചെയ്യാത്ത ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അവരും നജീബിനായിട്ട് അത്രയധികം അടുത്തു. അങ്ങനെ ഇങ്ങനെ പോയി ഒരു 3 വർഷത്തോളം അദ്ദേഹം അവിടെ കഠിനമായിട്ട് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് തന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ അദ്ദേഹം ഹക്കീമിനെ കാണുകയുണ്ടായ ഒരു ദിവസം. അപ്പൊ ഹക്കീം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്ന ഒരു ആളുണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാമെന്ന് പറയാണ്. അങ്ങനെ അവര് 3 ആളും കൂടി ഒരു ദിവസം എന്ത് ചെയ്യണം, അവിടെ നിന്ന് രക്ഷപ്പെട്ട് നടക്കൽ തുടങ്ങി. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവര് തളരുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു കര കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നുണ്ട്. അങ്ങനെ അവര് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു ദിവസം താന് അവിടെ ആകെ ക്ഷീണിതനായിട്ട് കിടക്കാണ്. എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് അവശനായിട്ട്
വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു തുള്ളി വെള്ളം കിട്ടാത്ത രീതിയിലാണ് അവർ ഇത്രയും ദൂരം നടന്നത്. ആ വെള്ളം കിട്ടാതായി. അങ്ങനെ ഹക്കീം അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഹക്കീം അവസാനമായിട്ട് പറയണുണ്ട്, എൻ്റെ ഒരു ഇത് എൻ്റെ ഉമ്മാനോട് പറയണം എന്നുള്ളത് നജീബിനോട് പറയണുണ്ട്. അതിനുശേഷം ഇബ്രാഹിം ഖാദിരി പറയുകയാണെങ്കിൽ നമ്മൾ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം, ഇനിയിപ്പോ അവന് എന്തായാലും നമ്മളുടെ കയ്യിൽ നിന്ന് പോയി, ഇനി നമ്മളും കൂടി ഇതായി കഴിഞ്ഞാൽ നമുക്കും എവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ വിഷമത്തോടു കൂടെ തന്നെ രണ്ടുപേരും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു യാത്ര തുടർന്നു. അങ്ങനെ ഒരു ദിവസം കിടന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷം കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഖാദിരിനെ കാണാതായി. ഒന്നായി മുറിവുകളും പാടുകളും ഇത്രയും ദിവസം നടന്ന വേദനയും വരുത്തേക്ക് ഒന്നായിട്ട് ആളാകെ മാറി, രൂപമൊക്കെ മാറിയിട്ട് വളരെ വികൃതമായ രൂപത്തിലാണ് നജീബ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെയോ നടന്നിട്ട് റോട്ടിലെത്തണ സമയത്ത് ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കൈ കാണിക്കുമ്പോൾ നിർത്താത്തൊരവസ്ഥ. കാരണം അദ്ദേഹം ഒരുപാട് വർഷമായി ഒന്ന് നന്നായി കുളിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടോ. അപ്പൊ ആരും കാണുമ്പോ തന്നെ എന്ത് ചെയ്യില്ല, ആളെ കൊണ്ടുപോവില്ല. അങ്ങനെ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് പറയാം, ഒരു വണ്ടി നിർത്തി അദ്ദേഹത്തിനെ കയറ്റി ഒരു സ്ഥലത്തേക്ക്, ബദിയയിലേക്ക് എത്തിക്കാണ് ചെയ്തത്. അങ്ങനെ അവിടെ വെച്ചിട്ട് കുഞ്ഞിക്കാന്ന് പറഞ്ഞ ഒരാളെ കാണാണ്. അവിടെ വെച്ചിട്ട് ഹമീദ് എന്ന് പറയുന്ന ആളെയും പരിചയപ്പെടുന്നുണ്ട് നജീബിന്റെ അതേ അവസ്ഥയിലൂടെ വന്ന ആളാണ് ഹമീദിനുണ്ടായ അനുഭവം ഇത് തന്നെയാണ്. ഹമീദും ഇതുപോലെ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാളാണ്. അങ്ങനെ കുഞ്ഞിക്ക പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം പാസ്പോർട്ടോ വിസയോ കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്ത പേരിൽ തന്നെ അവരതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ച് പോലീസിൽ സറണ്ടർ ചെയ്യാണ്. പോലീസിൽ സറണ്ടർ ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ അവര് ജയിലിലാക്കും, ഒരുപാട് ദിവസം കഴിയണം, എൻകൗണ്ടേഴ്സ് കഴിയണം, എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ചോദിച്ച് ശേഷം തന്നെയാണ് അവിടുന്ന് പറഞ്ഞേക്കോളും. അങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ അറബികൾ വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും. അവരെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ ജോലിക്കാരെ കണ്ടുപിടിക്കാനുള്ള വരവാണിത്. അങ്ങനെ ഒരു ദിവസം വരുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ ഹമീദിന്റെ അറബി ആയിരിക്കും. ഹമീദിനെ ഇങ്ങനെ നിരത്തി നിർത്താണ് ഇങ്ങനെ വന്നവരൊക്കെ എല്ലാരെയും നിരത്തി നിർത്താണ് ജയിലിന്റെ ഉള്ളിലും. അപ്പോ ഇതിൽ വന്നിട്ട് അവരുടെ ജോലിക്കാരൻ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവരെ അവിടുന്ന് കൊണ്ടുപോയിരിക്കും. അല്ലാത്ത പക്ഷം അവരവിടുന്ന് തിരിച്ചു പോകും. അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. അങ്ങനെ ഈ അറബി വരാണ് ഹമീദിനെ അവിടുന്ന് അദ്ദേഹം കൊണ്ടുപോവാണ് ചെയ്യണത്. അങ്ങനെ ആകെ ഹമീദും അവിടുന്ന് പോണ്ടി വന്നു, അയാളുടെ കൂടെ പോണ്ടി വന്നു. ഹമീദിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. കാരണം ഇനിയുള്ള ജീവിതം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. വീണ്ടും മരുഭൂമിയിലേക്കാണ് പോകുന്നത്. ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു പോയോണ്ട് തന്നെ തിരിച്ചു വരാനുള്ള ഇതുണ്ടാവണില്ല. അതൊരു മെന്റൽ ഷോക്ക് കൊടുക്കാണ് നജീബിന്. ഇനിയും ഇതുപോലെ എനിക്കും ഈ അവസ്ഥ വരുമെന്നുള്ളത്. രണ്ടാമത്തെ ആഴ്ചയായി ഇതുപോലെ അറബി വരുന്ന ദിവസമായി നജീബിന്റെ അറബിയാണ് പിന്നീട് വന്നത്. ഇത് കണ്ടപ്പോ നജീബിന് ഉറപ്പായി, ഇനി ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ ഇന്നെ അത്രയും ഇതുള്ള അവസ്ഥയ്ക്കാണ് പോകുന്നത്. ഇനി എന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടുകാരൊന്നും എനിക്ക് ഇനി കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ വെച്ച് എന്റെ ജീവിതം അവസാനിക്കാൻ പോവാണെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ആ അറബി നടന്നു വന്നു നജീബിനെ നോക്കി തോളിലൊന്ന് തട്ടുന്നുണ്ട്. തട്ടിയിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ്. അത് കണ്ടപ്പോ നജീബ് ആകെ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോവാതിരുന്നത് ചിന്തിച്ച്. പിന്നാണ് നജീബിന് മനസ്സിലായ അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ജോലിക്കാരനായിട്ട് വന്ന ആള് നജീബല്ല, തെറ്റിദ്ധാരണ മൂലമാണ് അദ്ദേഹം കൊണ്ടുപോയെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് 2 ആഴ്ചക്ക് ശേഷം എംബസിത്തെ ആൾക്കാർ വന്ന് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുകയും അവിടുന്ന് അദ്ദേഹം നാട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു റിവ്യൂവിൽ നിന്ന് മനസ്സിലാവാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഒരുപാട് ജീവിതങ്ങള് ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ അകപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയണില്ല. നമ്മളുടെ ഒരു നാട്ടിൻ പുറത്തെ ശൈലിയിൽ വെച്ചിട്ട് അവരവിടെ പോയ നല്ല രീതിയിലുള്ള ജീവിതമാണ് അവർക്ക് കിട്ടാന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷം പേർക്കും ഇതുപോലത്തെ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ഓരോരുത്തരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം അവർക്കുണ്ട്. കാരണം സ്വന്തം കുടുംബത്തിനെ പിരിയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പോകുമ്പോഴും അതുപോലെ വേറൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും
ഉള്ള അവസ്ഥകളൊക്കെ. പിന്നെ അവിടുന്ന് മരണപ്പെട്ട് പോവാണ്, ആരോടും പറയാൻ പറ്റില്ല. സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊന്നും ആരോടും പറയാൻ പറ്റാതെ അവരുടെ ഉള്ളിൽ ഒരു വിങ്ങലും വേദനയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും തന്നെ തിരിച്ചറിയുന്നില്ല. എല്ലാവരും ഗൾഫിലുള്ള ആൾക്കാരെ അങ്ങനെയുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇങ്ങനെയും ചില ജീവിതങ്ങൾ മരുഭൂമിയിൽ നശിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തീരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ഈ ഒരു നോവല് നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട്, അവരെയും നമ്മൾ പരിഗണിക്കണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു വിശ്വാസം, അതായത് ഗൾഫ് ജീവിതം അത്രയും വളരെ മനോഹരമായ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം അങ്ങനെയല്ല, അല്ലാതെയും ബുദ്ധിമുട്ടുന്നവര് ഈ ലോകത്തുണ്ട്. താങ്ക് യു. താങ്ക് യു ജഹാന. ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് സൈനുൽ ആബിദയെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ജഹാന, ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ. ഞാൻ നീ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കഥ നീ കുറച്ചേരം കൊണ്ട് എങ്ങനെ പറയുന്നത്, പക്ഷെ അത്യാവശ്യം എല്ലാം വേണ്ട എല്ലാം ഉൾക്കൊള്ളിച്ച് നല്ല വൃത്തിക്ക് നീ കഥ പറഞ്ഞു. എനിക്ക് ആ ബുക്ക് അന്ന് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഓരോ ഘട്ടങ്ങളായിട്ട് നീ പറഞ്ഞപ്പോൾ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റി. കഥ കേട്ട ബാക്കിയുള്ളവർക്കും അത് അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ നീ പറഞ്ഞ നിന്റെ സംസാര ശൈലിയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഉഷാറായിരുന്നു. താങ്ക് യു ആബിദ. അടുത്തതായി ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടി അസ്ലഹയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ജഹാന വളരെ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്, കുറെ മുന്നേ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിലിമിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു നജീബ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന ടൈമില്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മരുഭൂമിയത്തെ ആ ഒരു ദുരവസ്ഥ വളരെയധികം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ജഹാന പറഞ്ഞത് കേട്ടപ്പോഴും അതേപോലെ ആ ഒരു ഇന്റൻസിറ്റി ജഹാന പറഞ്ഞ വാക്കുകളിലും ഉണ്ടായിരുന്നു. വളരെ നന്നായി പ്രസന്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ലിറ്ററലി ലെൻസിന്റെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് ഇതിൽ ജോയിൻ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കോളേജ് കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വീക്കിലി ലിറ്റററി ലെൻസ്. അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ക്യാമറ ഓൺ ആക്കി നല്ല കുട്ടികളെ നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ തന്നെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ക്യാമറ ഓൺ ആക്കി കുറച്ചും കൂടിയും ഇതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ക്ലാസ് മുതൽ. ഓക്കെ, താങ്ക് യു.